ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു 3-4 ദിവസം മുന്നത്തെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്തിടാനോ പിടിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ രാവിലെ എണീച്ച് വന്ന് നമ്മളിത് അപ്പോൾ റൂമിലൊരു ബാഗ്സി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ തിരുമ്പാനോടത്ത് ഇട്ടു. വാഷിംഗ് മെഷീനിൽ നോക്കിയപ്പോൾ തിരുമ്പി കഴിഞ്ഞ് ഡ്രസ്സ് കിടക്കണം. അപ്പോൾ ബക്കറ്റിൽ കൊണ്ട് ഇട്ടു. അങ്ങനെ തേനിച്ച് വന്ന ശേഷം ഞാനൊരു 2.5 ഗ്ലാസ് ബിരിയാണി അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2.5 ഗ്ലാസ് ഒന്നും ബിരിയാണി അരി എടുത്തു. അത് കഴുകി അപ്പോഴേക്കും ഓർമ്മ ഒരു മുഖ്യം കുഞ്ഞുള്ളപ്പോൾ മേടിച്ചത് ഒരു 2 കിലോ ചിക്കൻ. അപ്പോൾ ഞാൻ വെള്ളം ഇങ്ങനെ ഈ പാർസൽ പാത്രത്തിൽ 2-3 ഞാൻ കുറേശ്ശെ ഒരു 5-8 പീസായിട്ട് ഞാൻ മാറ്റി വയ്ക്കിട്ട്. എന്ന് വെച്ചാൽ അത്ര വേണ്ടു. അങ്ങനെ ആരും ഇപ്പം അത്ര കഷ്ണം തിന്നണോരൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ ടാർജറ്റ് ഫുള്ള് മേടിച്ച് കഴിഞ്ഞാൽ ഉണ്ണോൾക്ക് എന്നുള്ളതാണ് ടാർജറ്റ്. നമ്മളതിനങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ കിട്ടിയാൽ മതി. അല്ലാണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു മൈൻഡായി. എനിക്കറിയാം രണ്ടാനും അങ്ങനെ കേട്ടോ. പ്രത്യേകിച്ച് ഉണ്ണോൾക്ക് എന്തുണ്ടാക്കുമ്പോഴും ഞങ്ങൾ ഉണ്ണോൾക്കുള്ള ഇഷ്ടമല്ല അങ്ങനെ ഉണ്ടാക്കും. ഞങ്ങളുടെ ഇഷ്ടങ്ങളോ ഞങ്ങളുടെ താല്പര്യങ്ങളോ ഞങ്ങൾ നോക്കാറില്ല കേട്ടോ. നമ്മളെല്ലാം കഴിക്കും, അവർക്കല്ലേ ഇഷ്ടം. അപ്പോൾ കുറേ ദിവസമായിട്ടാണ് ഇങ്ങനെ എളുപ്പത്തിലുള്ള ബിരിയാണി. എന്നും ചോറ് അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തേക്കുമ്പോൾ മട്ടിപ്പാണ്. അപ്പം ഞാനിങ്ങനെ എളുപ്പത്തിലുള്ള ഒരു 2-2 ഗ്ലാസ് അരി ഉണ്ടെങ്കിൽ ഒരു 5-8 പീസ് ചിക്കൻ ഉണ്ടെങ്കിൽ എളുപ്പത്തിലുള്ള ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കിട്ട് എല്ലാ കുട്ടികൾക്കും എനിക്കത് കുട്ടിക്കാലത്തൊക്കെ നമുക്ക് അന്നൊന്നും ബിരിയാണി ഇല്ല കേട്ടോ. എന്നാലും നമുക്ക് തലേദിവസം ഉണ്ടാക്കിയ ചിക്കനോ ബീഫൊക്കെ കൊണ്ടുപോകാൻ നമുക്കൊരു പ്രത്യേക ഇഷ്ടമല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ പിന്നെ ഇങ്ങനെ പുതിയ വിഭവങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാവും. നമ്മുടെ കുട്ടിക്കാലം പോലെ ഒന്നുമില്ല. നമ്മുടെ കുട്ടിക്കാലത്ത് 199% ഞാൻ കൂടുതലുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വെള്ളയപ്പം കടലക്കറി അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളത് ചോറും മിച്ചറൊക്കെ കൊണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ഒരു 3-4 സബോള എടുത്തിട്ട് വേഗം അരി കേട്ടോ. അപ്പോൾ ഞാൻ എനിച്ചത് നേരം കൊണ്ട് തേഞ്ഞേട്ടോ അവിടെ പല്ലേപ്പോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വന്ന വെച്ച് ഞാൻ അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ചിക്കൻ ഐസ് ഇടാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് സബോള ഒരു 3-4 നന്നാക്കി അത് കഴുകി ഇങ്ങനെ കുഞ്ഞുനാന്ന് അരിഞ്ഞ് വെച്ചു കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് കുറേ മെനക്കെട്ടിട്ടുള്ള ബിരിയാണിയോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ രാവിലെ നേരത്തേക്ക് ഒരു അന്നത്തെ ദിവസം ഞങ്ങൾ എണീക്കുമ്പോൾ തന്നെ 7 മണി പോരാ 7:15 അങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എണീക്കുമ്പോൾ. അപ്പം പിന്നെ നേരത്തെ എണിച്ചാൽ പിന്നെ രാവിലെ എണിച്ച ശേഷം പല്ലേപ്പം കാരണം ഇങ്ങനെ പതുക്കം പോലെ ആയിരിക്കും. ഇങ്ങനെയുള്ള നേരക്കുമ്പോൾ ചടപടാ എന്നുള്ള പണി കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് മുന്തിരി ഇവർക്ക് വലിയ ഇഷ്ടമില്ലാത്തതാണ്. അണ്ടിപ്പരിപ്പ് മാത്രം ഞാൻ വറുത്തെടുത്തു. അതിലേക്ക് ഓയിലിലേക്ക് തന്നെ ഞാൻ സബോള വറക്കാട്ടു കേട്ടോ. അപ്പോൾ സബോള ഈ ഒരു 3-4 മീഡിയം സൈസുള്ളതാണ്. ആ 3-4 സബോള ഇങ്ങനെ വറുത്ത് കോരുകയാണ് കേട്ടോ. എല്ലാം അത് ബിരിയാണിക്കുള്ളതും ചിക്കനിലേക്കുള്ളതും ഒക്കെ വറുത്ത് കോരുക. ഇടയ്ക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വറുത്തിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ആ ഗ്രേവിക്ക് ഒരു ടേസ്റ്റ് തോന്നിയിട്ട് നമ്മൾ വണക്കണേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ വറുത്തിട്ടുള്ള സബോള വെച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ കേട്ടോ. പിന്നെ നമ്മൾ ചിക്കനിലേക്കുള്ള മസാല ഉണ്ടാക്കുകയാണ്. അതിലേക്ക് ഒരു 2 കഷ്ണം ഇഞ്ചി, ഒരു 5-10 വെളുത്തുള്ളി, ഇനി ഒരു 2-3-4 പച്ചമുളക് കേട്ടോ. അത് ഉണ്ടമുളകാണ് കേട്ടോ. അത്യാവശ്യം എരിവും കാര്യങ്ങളുള്ള മുളകാണ്. എന്താ വെച്ചാൽ നമ്മൾ ബിരിയാണിയിൽ ആ റൈസിൽ കൂടെയുള്ള ഒരു എരിവ് നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു 3-4 ഉണ്ടമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സിയിൽ അരച്ചെടുത്തു. അപ്പോഴേക്കും നമുക്ക് റൈസ് കുക്ക് ചെയ്ത് വയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ സബോള വറുത്ത ഓയിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് പട്ട, ഗ്രാമ്പൂ, പിന്നെ ലീഫിൽ അത് പിന്നെ ഏലക്കായാണ് ഞാൻ കൂടുതലിടുന്നത് കേട്ടോ. ഏലക്കായ, പെരിഞ്ജീരകം അതൊക്കെ ഇട്ടു. അതൊന്ന് ഒരുപാട് പട്ട ഇടില്ല. എനിക്ക് പട്ടയുടെ സ്മെല്ല് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ വളരെ ഏലക്കായാണ് കുറച്ച് കൂടുതലിടുക. പിന്നെ നമ്മളിപ്പോൾ അരച്ച് വെച്ച പേസ്റ്റിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ആ പേസ്റ്റ് ഒരു ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അരി വറുത്തെടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് സബോള വറുത്തിട്ട് കൊടുത്തു. പിന്നെ ഇപ്പം ഇടുന്നത് തന്നെയായിട്ട് ഇടുന്നത് ഉപ്പാണ് കേട്ടോ. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഇതാണ് നമ്മൾ ഈ അരി വേവിച്ചെടുക്കാൻ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഒരു 1.5 ടീസ്പൂണോടത്തോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു പിടി പൈനാപ്പിൾ കേട്ടോ. ഉപ്പ് കറക്റ്റാണോ എന്നാണ് ഞാൻ ഈ ഇളക്കി നോക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളൊരു മല്ലിയില ഒരു തരി ഇട്ടു. പിന്നെ നമ്മളിടാൻ പോണത് ഒരു പിടി, ഞാൻ ഈ കാറിൽ ഇരുന്നിട്ട് ഡബ് ചെയ്യുന്നുണ്ട്. അതാണ് വണ്ടികൾ പോകുന്നതിൻ്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. ശല്യമായെങ്കിൽ ക്ഷമിക്കുക. എളുപ്പത്തിലായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും മക്കളും സ്കൂളിനകത്ത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പിടി നമ്മൾ പൈനാപ്പിൾ നന്നാക്കി ഇട്ടിട്ട് അത് ഉണ്ടെങ്കിൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് മാത്രം. പിന്നെ നമ്മൾ ആ സബോള വറുത്ത് ഓയിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ഇട്ടു. അതിങ്ങനെ മൂത്ത് വരുന്നോട് കൂടിയിട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മളൊരു മീഡിയം സൈസ് 2 തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി വാടണം കേട്ടോ. സബോള വറുത്തെടുത്തിട്ടുള്ളതിന് നമുക്ക് സബോള ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിൽ പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ആ മസാലയുടെ കുത്തുകളും മാറും, അതിൻ്റെ ഒപ്പം നമ്മുടെ തക്കാളിയുടെ പച്ച സ്മെല്ല് മാറും കേട്ടോ. അങ്ങനെ നന്നായി വണക്കി നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വേണ്ട. അപ്പോൾ നമ്മൾ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ച ചിക്കൻ പീസ്, അത്ര നല്ല പീസൊന്നും അല്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ മാറ്റി വയ്ക്കുമ്പോഴേ ചിലതിൽ നല്ല പീസ് വന്നുവിടും, ചിലതിൽ ഇത് ഏറ്റവും ലാസ്റ്റത്തെ പാത്രമായിരുന്നു അല്ലേ. കഴിഞ്ഞു 2 കിലോ ചിക്കൻ മേടിച്ചത് 3 പ്രാവശ്യമായിട്ട് വെച്ചു. പിന്നെ നമ്മൾ വറുത്ത് വെച്ച സബോളയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് പുളിയില്ലാത്ത തൈരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഇതിങ്ങനെ വേവിച്ച് വറ്റിച്ച് എടുക്കണം കേട്ടോ. കുറച്ച് ചിക്കനുള്ളൂ, പക്ഷെ നമുക്ക് ഇന്നലെ ആ റൈസ് ഇരിക്കും മസാല കറക്റ്റായിരുന്നു അല്ലേ. ഒരുപാട് മസാലയുടെ കുത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പിടി മല്ലിയിലും ഒരു പിടി പുതിനയിലും. നമുക്ക് സത്യം പറഞ്ഞാൽ എത്രയും ഉണ്ടാവും ഇറച്ചി 300 ഗ്രാമല്ലേ ഉണ്ടാവുള്ളൂ. നല്ല പീസ് എന്ന് പറയാനുള്ളതും ഇല്ല, അങ്ങനത്തെ പീസ് തന്നെ ഉള്ളൂ. പക്ഷെ ഗ്രേവിക്ക് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ആയി വന്നപ്പോൾ അത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നമ്മളിത് ഈ റൈസ് ഉണ്ടല്ലോ അത് കറക്റ്റ് വെന്താണ് ഒരു 15-20 മിനിറ്റോടത്തോളം ഞാൻ ചെറിയ തീയിലിട്ടേച്ച് വറ്റിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് അതിലെ പകുതി റൈസ് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റൈസ് കാണുമ്പോഴാണ് അറിയാം ഒരുപാട് വെന്തുടഞ്ഞ് പോയി കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കറക്റ്റ് പാകമായിരുന്നു കേട്ടോ വേവും കാര്യങ്ങളൊക്കെ. അപ്പോൾ പക്ഷേ ഞാൻ ഇന്ന് പറക്കിയെടുക്കുന്നത് ഏലക്കായും അതിലത്തെ പട്ട ഗ്രാമ്പു അതൊക്കെ കണ്ടതൊക്കെ ഞാൻ പറക്കി കളഞ്ഞിട്ട്. എന്താ വെച്ചാൽ ഉണ്ണോൾക്ക് ഇത് കഴിക്കണ നേരത്ത് കിട്ടിയ വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ പട്ടയും ഗ്രാമ്പൊന്നും റൈസിൽ കടിക്കണത് ഇഷ്ടമില്ല. അവർ കടിച്ച് അത് എന്തിനും വായിൽ കടിച്ച് കഴിഞ്ഞാൽ അവർക്കതൊരു മട്ടുപ്പ് പോലെ തോന്നും. അങ്ങനെ നമ്മുടെ ഉള്ള ചിക്കനൊക്കെ ഇട്ടു, അതിൻ്റെ മുകളിലേക്ക് മല്ലിയിലും പൈനാപ്പിളൊക്കെ ഇട്ട് കുറച്ചുകൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളുള്ള റൈസൊക്കെ അതിൻ്റെ ഉള്ളിൽ പരത്തി ഒരു വണ്ടി പോയതിൻ്റെ ശബ്ദമാണ് കേട്ട്. മല്ലിയിലും പൈനാപ്പിളും കൂടി ഇട്ടു, ഉള്ള അണ്ടിപ്പരിപ്പും സബോളയും അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഒഴിക്കുന്നത് ഒരു 1/2 മുറി ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് 2 തുള്ളി പൈനാപ്പിൾ എസൻസ് കൂടിയിട്ട് നമ്മളത് ഒഴിച്ചെടുത്തപ്പോൾ നമ്മുടെ ബിരിയാണി സെറ്റാണ്. ഇനി ഒരു ദോശത്തട്ട അടിയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് ദമ്മിട്ടെടുത്താൽ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി അല്ലേ ചേട്ടാ. അങ്ങനെ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. എന്നിട്ട് നമ്മുടെ ഉണ്ണുവെള്ള പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാനായിട്ട് ഓരോ ദിവസം രാവിലെ എണീക്കുമ്പോൾ അവർക്ക് എന്തുണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനായിട്ട് എന്നും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ. എന്താ വെച്ചാൽ അവർക്ക് പെട്ടെന്ന് ഒരു ഫുഡ് തന്നെ 2 പ്രാവശ്യം തിന്നാൻ എനിക്കൊന്നും മട്ടുപ്പില്ലാത്തൊരു ഫുഡ് ദോശയും ചിക്കൻ കറി മാത്രമേ ഉള്ളൂ അല്ലേ. അവർക്ക് മടുക്കണില്ല സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടാ. എന്നാലും ചില സമയത്ത് കുണിക്കൊക്കെ എന്നും ദോശയാ കലിപ്പുള്ള ദിവസം അങ്ങനെയും ചോദിക്കും കേട്ടോ. അങ്ങനെ നമ്മളത് ബിരിയാണിയുടെ ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് ഒരു വശത്തുനിന്ന് മാത്രം ഞാൻ എടുക്കണുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ മറ്റു വശത്തുനിന്ന് നമ്മൾ കഴിക്കണ നേരത്തെ എടുത്താൽ മതി. ഉണ്ണികൾക്ക് ആവശ്യത്തിന് 2 നല്ല ചിക്കൻ പീസ് നോക്കിയെടുത്തു, അധികം മസാല ഇല്ലാത്ത കുറച്ച് റൈസ് എടുത്തു കേട്ടോ. അങ്ങനെ നമുക്കിനി അത് ഉണ്ണികൾക്ക് പാത്രത്തിലേക്ക് ആക്കി കൊടുക്കണം. അങ്ങനെ ഞാൻ അത് അവരുടെ 2 പാത്രത്തിലേക്കും ചിക്കൻ ബിരിയാണി ആക്കി കുറേശ്ശെ നാരങ്ങാച്ചാറ് ഇട്ട് കൊടുത്തു, അത് മൂടി വെച്ച്. പിന്നെ നമ്മുടെ സലാഡാണ് കേട്ടോ, പുളി കുറഞ്ഞ തൈരുണ്ട്, നല്ല കട്ട തൈരോട് കുറച്ച് സലാഡും ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ ഉച്ചത്തേക്കുള്ളവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്നാക്സിന് കേക്ക് കൊട്ട കേക്ക് ഒന്നുണ്ടായിരുന്നു, അപ്പോൾ പകുതി വെച്ചു. പിന്നെ വേറൊരു കേക്ക് ഉണ്ടായിരുന്നു, അത് ഓരോന്ന് വെച്ചു. എപ്പോഴേലും പുറത്ത് പോകുമ്പോൾ 2 എണ്ണായിട്ട് അങ്ങനെ മേടിച്ചുകൊണ്ട് ഇവർക്ക് സ്കൂളിലേക്ക് എന്തെങ്കിലും കൊടുത്തേക്കാൻ വേണ്ടിയിട്ട്. എന്നും ഈ പറഞ്ഞ പോലെ അടയോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് വേണ്ട. പിന്നെ ഞാൻ എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ചോദിച്ചു ഇന്ന് എന്ത് കൊടുത്തേക്കും എന്ന് വെച്ചപ്പോഴാണ് ഇന്ന് കുടുക്കൻ പറഞ്ഞത് വെള്ളയപ്പം ചിക്കൻ കറി വേണമെന്നാണ് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഉണ്ണി ചിക്കൻ കഴിക്കും, ഇന്ന് ചിക്കൻ ഇല്ല, നമുക്ക് വേറെ എന്തെങ്കിലും മാറ്റി പിടിക്കുന്നത്. അങ്ങനെ ഞാൻ 2-3 കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിന് അവൻ സെലക്ട് ചെയ്തെടുത്തത് പൂരി മസാലയായിരുന്നു അല്ലേ. ഇതാണ് കാര്യം. അപ്പം എന്നോട് പറയട്ടെ, കമൻറ്റ് ബോക്സിൽ വരാറുണ്ട്, ചേച്ചി മക്കളുടെ ഇഷ്ടത്തിന് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കല്ലേ എന്ന്. പിന്നെ നമ്മൾ ആരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കുക, ഞങ്ങൾ 2 എന്ത് കഴിക്കും, എല്ലാം ഫുഡ് കഴിക്കും. പിന്നെ അവരുടെ ഇഷ്ടമല്ലേ നമുക്ക് നോക്കണം. നമ്മളുള്ള ജീവിച്ചിരിക്കുന്ന കാലത്തല്ലേ നമുക്ക് അവർക്ക് ഇഷ്ടത്തിന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനും കാര്യങ്ങളും പറ്റുള്ളൂ. അപ്പോൾ പറ്റണ സാധനം ഞാൻ അപ്പോൾ അവൻ വെള്ളയപ്പം ചിക്കൻ കറി ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ണി ചിക്കൻ ഇല്ല ഉണ്ണി വേറെ എന്തെങ്കിലും പറയുന്നതാണോ. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ പൂരി ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നുണ്ട്, പൂരി മസാല മതി വെച്ചപ്പോൾ അവൻ പറഞ്ഞു അതും മതി എന്നാണ്. അപ്പോൾ അത് പൂരി മസാല ഉണ്ടാക്കണം കേട്ടോ.
അപ്പോൾ ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു അര കപ്പ് ഒരു 3-4 ടീസ്പൂൺ റവയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ട് നന്നായി കുഴച്ചെടുത്തു കേട്ടോ. കുഴച്ചെടുത്തിട്ട് നമ്മൾ ആ പലകയിലിട്ട് ഉരുട്ടിയിട്ട് ഇങ്ങനെ കത്തി മുറിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് പിന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് പരത്തുമ്പോൾ കറക്റ്റ് റൗണ്ടിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായി കുഴച്ച് നന്നായി ഉരുട്ടിയെടുത്താൽ തന്നെ നമ്മുടെ കണ്ട ഒരുപാട് ഷേപ്പ് കറക്റ്റ് ആവുന്നില്ല, എന്നാലും കുറേയൊക്കെ ഷേപ്പ് കറക്റ്റ് ആവട്ടെ. ഉരുട്ടണത് കറക്റ്റായില്ലെങ്കിൽ അമർത്തി ഉരുട്ടിയെടുത്തില്ലെങ്കിൽ നമ്മൾ എത്ര പരത്തിയാലും അത് ഷേപ്പായി വരില്ല കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ഷേപ്പ് എന്നല്ല കേട്ടോ, ഇത്രയും ഇങ്ങനെ ഷേപ്പ് ആവണത് അങ്ങനെ. പിന്നെ നമുക്ക് ഇങ്ങനെ ഷേപ്പാക്കി നോക്കിയിരിക്കാനൊന്നും നേരില്ല സത്യം പറഞ്ഞാൽ. പരത്ത ഇങ്ങനെ പരത്തി പിടിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ ഈ അലർജിയുടെ ഗുളിയും കാര്യങ്ങളൊക്കെ കഴിച്ച് ഉറങ്ങുമ്പോൾ എനിക്കുമ്പോൾ 7-7:30 സമയമൊക്കെ ആവും. അപ്പോൾ ഒരു പെടച്ചിലാണ് അവർ പോണ നേരത്തെ അവർക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ളൊരു പെടച്ചിലും കാര്യമാണ്. ആ ഒരു പെടച്ചിലാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമയം ഇപ്പോൾ 7:04 ഞങ്ങൾ ട്യൂഷൻ കഴിഞ്ഞ് വിരനെടുത്തു. മരുന്ന് മേടിക്കേണ്ട എന്നിട്ട് കുണുക്കിന് നല്ല ജലദോഷം കഫക്കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മരുന്ന് മേടിക്കാൻ വന്നു. മരുന്ന് മേടിച്ചിട്ട് ഞാൻ ഡബ്ബ് ചെയ്തിട്ട് പോകാണ്ട് വഴിയിൽ വണ്ടി ഇട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മളിതേ പൂരി കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പഞ്ഞി പോലെ ആവില്ല. അധികം എണ്ണ കൂടി ഇന്നലത്തെ പൂരിയിൽ എണ്ണ അധികം കുടിച്ചിട്ടില്ലല്ലോ. നമ്മൾ റവ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അധികം എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. അങ്ങനെ നല്ല സോഫ്റ്റും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അല്ലേ. ചൂടോടക്കനെ ശരിക്കും ഇതൊക്കെ കഴിക്കണത്. നമുക്ക് പിന്നെ ചൂടോടക്കനെ കഴിക്കാനുള്ള ടൈമോ കാര്യങ്ങളൊന്നും നമുക്കില്ല കേട്ടോ, കിട്ടാറ്. പിന്നെ പൂരി ഇഷ്ടമാണെങ്കിൽ പോലും ഇപ്പം ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി നമുക്ക് ഈ അസുഖങ്ങൾ കഴിഞ്ഞപ്പോൾ കുണുക്കൻ പൂരി വെള്ളയപ്പം ചിക്കൻ കറിയും ഒന്ന് പൂരിമിക്ക് പിടിച്ചപ്പോൾ അത് വേണ്ടാന്ന് പറയാനും തോന്നിയില്ല. അങ്ങനെ ഞങ്ങളത് ഈ പൂരിയൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞു. എനിക്കൊന്ന് 21 പൂരി കിട്ടിയിട്ട് 2 ചെറിയ കപ്പ് ഗോതമ്പ് പൊടിയും ഒരു 3-4 ടീസ്പൂൺ റവയും ആണ് ഇട്ടത്. അതുകൊണ്ട് എനിക്ക് ഒരു 21 പൂരി ഉണ്ടാക്കിയെടുത്തുട്ടോ. പിന്നെ ഒരു 2.5 സബോള, ഒരു സബോളയുടെ പകുതി ഇങ്ങനെ കളഞ്ഞു. ഒരു മീഡിയം സൈസുള്ള വലിയ സബോളയല്ല കേട്ടോ, ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസുള്ള 2.5 ഉരുളക്കിഴങ്ങ് തൊലിയോടക്കനെ വേവിച്ചിട്ട് തൊലി കളഞ്ഞിട്ട് അത് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചു. എനിക്ക് കൂടുതലും മൺചട്ടിയിൽ കറി വയ്ക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ആദ്യം കടുക് ഇട്ടു, പിന്നെ അതിലേക്ക് ഉഴുന്ന് പരിപ്പിട്ടു, കറിവേപ്പിലും വറ്റൽമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു, ഇനി ഇട്ടു പച്ചമുളക്, സബോളയും കൂടി ഇട്ട് കഴിഞ്ഞ് അതൊന്ന് മൂത്തതിൻ്റെ ശേഷം, അതായത് ആ ഇഞ്ചിയുടെ ഒക്കെ ഒന്ന് സ്മെല്ല് മാറും വേണം. അന്ന് ഇഞ്ചി മൊരിയാൻ പാടില്ല. ഇഞ്ചി മൊരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് വേറെ ആയിരിക്കും. നമുക്ക് ഈ കറിക്ക് ഒന്ന് അതിൻ്റെ ഒരു കുത്തുമണം പോണ വരയ്ക്ക് വാട്ടിയാൽ മതി കേട്ടോ. പിന്നെ നമ്മളൊരു സബോള അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു കേട്ടോ. അതൊന്ന് വണങ്ങി വരുന്നതോടുകൂടി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം, വേറെ മുളകും പൊടിയും ഒന്നും ഇല്ല കേട്ടോ, മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് ഞാനൊരു ഒരു പിഞ്ച് പെരിഞ്ചീരകം ഇട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഉഴുന്ന് പരിപ്പിട്ടതിൻ്റെ പിന്നിൽ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ഓരോ ടേസ്റ്റിന് ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടു, ഒന്ന് വാട്ടി. ആ വാട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ നമുക്ക് ആ കയ്യിലിൻ്റെ മൂട് ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കട്ടെ. അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കറിക്ക് ഒരു കൊഴുപ്പ് വേണമല്ലോ. അപ്പോൾ ഇതേക്ക് ഒന്ന് ഇങ്ങനെ എല്ലാതും ഇങ്ങനെ അമർത്തി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ സമയത്ത് നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമുക്ക് നല്ല എരിവൊക്കെ ഇട്ടിട്ട് എന്താ വെച്ചാൽ അത്യാവശ്യം പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകൊക്കെ കൂടിയപ്പോൾ കറിക്ക് പാകത്തിനുള്ള എരിവുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അഞ്ഞുവേട്ടൻ്റെ ഹോട്ടലിൽ ഉള്ളപ്പോഴാണ് പൂരിയിൽ ഞാൻ മസാല കറിയിൽ പാൽ ഒഴിക്കുന്നുള്ള കാര്യം അറിയണത് അല്ലേ. പാല് കുറവയ്ക്കൂടെ. ഞങ്ങളുടെ ഹോട്ടലുള്ളപ്പോൾ പൂരി മസാലയ്ക്ക് ഭയങ്കര ആൾക്കാരായിരുന്നു, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉള്ളപ്പോഴും. അപ്പോൾ അതിൽ അവിടുത്തെ ഭണ്ടാരി മസാല കറിയിൽ ഒഴിച്ച് കഴിഞ്ഞത് പാലായിരുന്നു കേട്ടോ, വെള്ളം ഒഴിച്ച് കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ പാലിൻ്റെ പകരം 2 ടീസ്പൂണോളത്തുള്ള ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ട്, നമ്മൾ പാലിൻ്റെ പകരം ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ പാലാണെങ്കിൽ ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയുടെ കളറ് മാറിയത് നിങ്ങൾക്ക് തന്നെ അറിയാം. നേരത്തെ കണ്ട ഒരു കറിയേക്കാളും ഒന്നുകൂടി ഭംഗി വെച്ചു. അങ്ങനെ ഏകദേശം കറിയൊക്കെ സെറ്റായപ്പോൾ ഒരു പിടി മല്ലിയില, അത് നിങ്ങൾക്ക് മല്ലിയിലയുടെ സ്മെല്ല് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. പക്ഷേ എനിക്ക് മല്ലിയില ഇടുന്നത് ഇഷ്ടമല്ലേ, നിങ്ങൾക്ക് ഇഷ്ടം മല്ലിയിലയുടെ സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടമാണ്, മല്ലിയില ഇട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ പോലെ തന്നെ ചോറ്റും പാത്രമൊക്കെ കഴുകി അതൊക്കെ നന്നായി തുടച്ചു. ഞാൻ നുള്ളി ഇട്ടപ്പോൾ ചേച്ചി വേണ്ട, നുള്ളി ഇടണ്ട, അങ്ങനെ ഇടച്ചു. പിന്നെ അതിന് പൂരി അങ്ങനെ ഇട്ടു. നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കേട്ടോ. അങ്ങനെ വീർത്തിക്കുന്നതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടാണ് അതിലാക്കിയത്. അങ്ങനെ രണ്ടാൾക്കും പൂരി മസാല അവർ കഴിച്ചിട്ടും വന്നു കേട്ടോ. ചിലത് ഫുഡ് കൊണ്ടുപോയി അവർ കഴിച്ചിട്ട് വരില്ല. അപ്പോൾ നമുക്ക് ദേഷ്യം വരും ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട്. അങ്ങനെ രാത്രി സ്കൂളൊക്കെ വിട്ട് വന്ന് ട്യൂഷനൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കുളിച്ചിട്ട് നിൽക്കുമ്പോഴാണ് പൊന്നു വിളിച്ചു പറയണത്, അമ്മ
കുതിരവേലപ്പാടത്ത് ഗാനമേള ഉണ്ട്, വരുന്നുണ്ടോ, ഞങ്ങൾ അങ്ങോട്ട് വരാം. അങ്ങനെ ഞങ്ങൾ കേട്ടതും മതി കേൾക്കാത്തതും മതി, വണ്ടി എടുത്തു, തറവാട്ടിൽ നിന്ന് അച്ചൂട്ടനെ വിളിച്ചു, ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അച്ചൂട്ടൻ്റെ അച്ഛൻ ഗൾഫിലെങ്ങനെ അച്ചൂട്ടനെ ഈ രാത്രി ഒന്നും കൊണ്ടുപോകാറില്ല. അപ്പോൾ ഞങ്ങൾ പറ്റുന്ന സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ ഉണ്ടോ ആയിക്കോട്ടെ. ചില സമയത്ത് ഞങ്ങൾ പോയിട്ട് എപ്പോഴാണ് എത്താമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാത്ത സമയമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അങ്ങനെ വിളിക്കാമല്ലോ. ഇതിപ്പോൾ അടുത്തേക്കാനും ഞങ്ങളെല്ലാവരും കൂടി വന്നു അല്ലേ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി എൻജോയ് ചെയ്തിട്ട് അവിടെ ഗാനമേള അപ്പുറത്ത് സൈഡിലാണ്. ഇവിടെ എന്താ ഒരു പ്രത്യേകത, പാടായ ഗാനം നമുക്ക് ഇങ്ങനെ തിക്കും തിരക്കും തോന്നില്ല ഗാനമേളയിൽ. എത്ര ആൾക്കാർ വന്നാലും തിരക്ക് തോന്നിക്കില്ല. എന്താ വെച്ചാൽ അത്രയും വലിയൊരു പാടത്താണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ വരുമ്പോഴത്തേക്കാണ് ആ സൈഡിലായിട്ട് ഗാനമേള, ആ ലൈറ്റ് ആണ്, ഞങ്ങൾ ഇങ്ങോട്ട് സൈഡിൽ തിരിഞ്ഞ് ഇത് പാട്ട് കേൾക്കല്ലേ വേണ്ടോ. അപ്പോൾ ആൾക്കാരുടെ ഫേസ് ഒന്നും നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാത്തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് ഇവരുടെ ഡാൻസ് കാണാം. കുണുക്കൻ ചാടി കളി, കുണുക്കനും കളിക്കുന്നുണ്ടപ്പോൾ കുണിക്കിറങ്ങി. ആദ്യം കുണിക്ക കളിച്ചു തുടങ്ങി അല്ലേ. പിന്നെ ഇവർ രണ്ടാളും കളിക്കുന്നുണ്ടപ്പോൾ നമ്മുടെ കാർത്തുമ്മ ഇറങ്ങിയിട്ടാ. കാർത്തുമ്മ ഇവർ രണ്ടാളും കളിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒട്ടും പിന്നാക്കല്ലോ വെച്ചിട്ട് കാർത്തും കളിക്കിറങ്ങി. അങ്ങനെ ഇവർ മൂന്നാൾ നാലാൾക്കും അവരെല്ലാവരും ഐസ്ക്രീം കഴിച്ചു. ഷേബി ഞാനും രണ്ടും മാത്രമേ കഴിക്കാത്തുള്ളൂ. ഇവരെ ഇടയ്ക്ക് ഞാൻ അവർ നക്കിയായിരുന്നു കേട്ടോ. എനിക്ക് കപക്കെട്ടുള്ള എനിക്ക് പേടിയായിരുന്നു മേടിച്ചേക്ക്. ഒരു 2 നക്കൊക്കെ കഴിക്കുമ്പോൾ പുതിയ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ മാറും. അങ്ങനെ ചില സമയത്ത് കുണുക്കൻ ചുള്ളിച്ചാടും, വയ്യാണ്ടാകുമ്പോൾ വെള്ളം കുടിക്കാൻ പോകുന്നതാണ്. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. വയ്യാട്ടോ, തീരെ വയ്യ, ഓരോ കാരണവശാലും വയ്യ. അങ്ങനെ ഞങ്ങളിത് കുണിക്കൻ്റെ ട്യൂഷൻ്റെ അവിടെ നിൽക്കാട്ടോ. അവർ ട്യൂഷന് പോയപ്പോൾ ഞങ്ങൾക്ക് 1-2 സാധനങ്ങൾ മേടിക്കേണ്ടായിരുന്നു. വേറെ ഒന്നല്ല, ഇഞ്ചി പച്ചമുളക് വെച്ചില്ല. അങ്ങനെ കുറച്ച് സാധനം വീട്ടിൽ പോയിട്ട് ഇനി വരണ്ട വെച്ചത്. ഒരു പേര് റസ്ക് ഞാൻ അവരെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വിശന്നപ്പോ ഞാൻ നോക്കിയതാ. പോയി വേണ്ട, അങ്ങനെ ഇപ്പൊ അത് ഗർഭിണിയൊന്നുമല്ല, അത് തിന്നേ പറ്റൂന്ന്. ചില നേരത്തൊരു അങ്ങനെ പഴം എപ്പോഴും തിന്നുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. കഴിക്കണം എന്നൊക്കെ വിചാരിക്കും. നമ്മുടെ ലൈഫിലുണ്ടാവണം ഓരോ സാഹചര്യങ്ങളും ഓരോ മൂഡനുസരിച്ച് മൈൻഡ് അങ്ങോട്ട് മാറും. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് തൊട്ടാ കരയണ്ടെന്നുള്ള ആലോചന നടക്കണവരാണ് നമ്മളറിയണ്ട. ഒരുപാട് ആൾക്കാർ എനിക്ക് കമന്റ് ചെയ്യുന്ന കാര്യം കേട്ടോ. പേഴ്സണലായിട്ടും ഇൻസ്റ്റയിലായിട്ട് ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ നേരിട്ട് കണ്ടാലും പറയണാറുണ്ട് ചേച്ചിയുടെ വീഡിയോ ആണ് ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവാണ്. ചേച്ചി ഇത്രയും ചിരിച്ച് നിൽക്കുന്നത്, ചേച്ചി ഇത്ര ഹാപ്പി ആയിരിക്കുന്നത്. സത്യം, നമ്മൾ ഇന്നാളൊരു ഇൻസ്റ്റയിലുള്ളൊരു കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പം ഞാൻ തന്നെ ഞെട്ടി, ഇത്രയും ചിരിച്ച് തൊള്ള പൊളിച്ചിരിക്കണ പെൺകുട്ടി ആത്മഹത്യ എന്തപ്പം ഉണ്ടായിരിക്കും. സത്യം, നമ്മൾ ചിന്തിച്ച് പോണ ഒരു കാര്യമാണ്. പക്ഷേ സത്യം അതാണ്. നമ്മൾ ഈ സർക്കസിലെ കോമാളിയുള്ള അവസ്ഥയാണ്. നമ്മൾ ഈ ഇൻസ്റ്റയിലും യൂട്യൂബിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇപ്പം ഇങ്ങനെ ചിരിച്ചില്ല, നമ്മുടെ മനസ്സിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ചിരിച്ചിങ്ങനെ ഇരിക്കണം എപ്പോഴും. രാവിലെ എഴുതി ചെയ്യുമ്പോൾ അതാണ് നമ്മുടെ ജീവിതം. അങ്ങനെ ആയിപ്പോയി. ഓരോ ലൈഫ് ഓരോ ഇതിലേക്കാണല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കും. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ 100,000 പ്രശ്നം കൊണ്ട് ഇപ്പം സത്യം ഒരാളെ കണ്ട സംസാരിക്കാനും ചിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല, നമുക്കറിയാം. എന്നാ പോലും ചിരിച്ചില്ലെങ്കിൽ എന്താ അഹങ്കാരം പിടിച്ച തള്ളേട്ടോ. അത് ആ വീഡിയോയിൽ കാണിക്കുന്ന ചെറിയ തന്നെയുള്ള നേരിട്ട് നമ്മളെ ചിരിക്കാൻ ഇങ്ങനെ പറയും. ഇപ്പം ഞങ്ങളിപ്പോൾ ഇതിൻ്റെ കുറച്ച് മുന്നേ ഞാൻ ഇപ്പം ഇടാൻ പോണ വീഡിയോയുടെ മുന്നേ നിങ്ങൾ കാണുന്നത് നമ്മുടെ അടുത്തുള്ള കുതിരവേലപ്പാടത്ത് ഗാനമേളയ്ക്ക് വരുന്നത്. അപ്പം ആ ഗാനമേളയ്ക്ക് പോയി എന്നാണ് ഞങ്ങൾ സത്യം ഗാനമേള കണ്ടിട്ടില്ല. നമ്മുടെ ഒരു മിനിറ്റ് അപ്പോൾ തറവാട്ടിൽ നിന്ന് വിചാരിച്ചു അമ്മേനെയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയാലാവത് വിചാരിച്ചു. പോണോണ്ട് നമുക്ക് ഈ പറഞ്ഞല്ല എല്ലാം കൊണ്ടും പറഞ്ഞല്ല ഓരോ ഇത്. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങളതായിരുന്നു പ്രതീക്ഷിച്ച്. അപ്പം അതല്ല. അപ്പോൾ എന്തോ പറയാൻ വന്നു. നമ്മുടെ കാത്തുമ്മയുടെ ഏട്ട ഈ ഒരു പാണ്ട് നോക്കി ഇന്നലെ കാത്തു എനിക്ക് ഇവിടെയും കുണിക്ക് ഇവിടെയും കൊടുത്തു ട്രോഫി തന്നതാ. ചോറ്റപ്പെടുത്ത ഇന്നലെ മാന്തി പൊടിച്ച് കഴിയുമ്പോൾ ചോര വന്നുട്ടാ. എന്നിട്ട് ഞാൻ പോലീസുകാരനെ വിളിച്ച് പറയാൻ ഞാൻ എൻ്റെ ഫോൺ ഹലോ പോലീസ് സ്റ്റേഷനാണോ, കാർത്തു എന്നെ മാന്തിയിട്ട് ചോര പിന്നപ്പോൾ അവൾ പറയാം ഞാൻ വിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ വിച്ച് പറയും. എന്നിട്ട് ഷെബിയുടെ ഫോൺ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനാ അമ്മ അമ്മാമേനെ മാന്തിയിട്ട് ചോര.
മൂപ്പര് ഒറ്റയടിക്കാണ്ട് പ്ലേറ്റ് മാറ്റി മൂപ്പര് അമ്മ മാന്തിയിട്ട് പൊന്നു മാന്തിയിട്ട് അമ്മമ്മയുടെ ഇവിടെ ചോര വന്നു. അങ്ങനെ സ്കൂട്ടിയാണത്. അപ്പോൾ അങ്ങനെ കേട്ടോ ഞങ്ങൾ ട്യൂഷൻ കഴിഞ്ഞിട്ടില്ല, ഇവിടെ വെയിറ്റിംഗ് തന്നെയാണ്. എന്താ വെച്ചാൽ ഇപ്പം ഇനി എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ദിവസമായിട്ട് ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴാണ് ശരിക്കും പഠിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതേ അവിടെ ഇടയിൽ വന്നു അമ്മ ഒന്ന് 10 മിനിറ്റ് കളിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് പോയിട്ടുണ്ട്. മാത്സ് കഴിഞ്ഞിട്ടില്ല 10 മിനിറ്റ് കളിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് പോയി. ഞങ്ങളാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുഴുകി 2 സെക്കൻഡ് ഒന്ന് AC ഇടും, ഒന്ന് തണുക്കും, മഴക്കോളൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞത് കുതിരവേലപ്പാടത്ത് പോയപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ശരിയാണ്, ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. പറഞ്ഞെന്ന കഥ ഇതായിരുന്നു, ഭയങ്കര ഹാപ്പിയാണ്, ചിരിച്ചുകൊണ്ടാണ് നിന്ന്. സത്യമാണ് ഞങ്ങൾ ആ കുതിരവേലപ്പാടത്ത് ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ നിന്നിട്ട് ആ സ്റ്റേജുമ്പത്താണ് കാണുന്നൊരു അറ്റത്ത പാടയക്കാനേ ഏതേനും മുക്കലൊക്കെ നമുക്ക് പോയി നമുക്ക് കേൾക്കല്ല വേണ്ടോ. ഞങ്ങളൊരു വരമ്പത്ത് പോയിരുന്നു കുണുക്കന് കുണുക്കി ഡാൻസ് കളിക്കുന്നത് നോക്കി പാട്ട് മനസ്സിൽ. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇവരൊക്കെ നമ്മളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും അത് അവർക്ക് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ല. അമ്മയുടെ അച്ഛൻ്റെ പ്രശ്നങ്ങൾ അവർ ഈ പ്രായത്തിൽ കുണുക്കോ മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ അവരുടെ ഒരു സന്തോഷത്തിന് കൊണ്ടുപോകണതാണ്. ഞങ്ങൾക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു സന്തോഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് പോകണം, നമ്മളവിടെ നിന്ന് 1 കിലോമീറ്ററാണ് നമ്മുടെ കുതിരവേലപ്പാടത്തേക്ക്. അവിടെ പോയി കഴിഞ്ഞാൽ അവർ ആകെ ചോദിക്കുക ചോളം. പ്രാവശ്യം ബലൂൺ ചോദിച്ചു. അപ്പോൾ 3 ആൾക്ക് ഓരോ ബലൂൺ മേടിച്ചെടുത്തു, 2 പാറ്റ് ചോളം മേടിച്ചു, 2 പാറ്റ് 1 പാറ്റ് ഷൈലേജ് കൊടുത്തതാ. നമ്മുടെ ഡ്രസ്സിനും ഷൈലേജ് അവിടെ നിന്ന്. അപ്പം ഇങ്ങനെ വിളിച്ചപ്പോൾ കുടുങ്ങിയും കാർത്തോണ്ട് പോയപ്പോൾ 1 പാറ്റ് ഷൈലേജ് കൊടുത്ത, പിന്നെ 1 പാറ്റ് മേടിച്ചു. ഉണ്ണിയേട്ടനേന്നാ മേടിച്ചു, ഷേബിയുടെ കൂട്ടുകാരനേട്ടാ. അപ്പോൾ അവിടെ വേറെ ചോളത്തിലാണ് ഉണ്ടായിട്ട് നമ്മൾ ഉണ്ണിയേട്ടനെ മേടിച്ചോട്ട് കൊടുക്കാണ്ട് പറഞ്ഞയച്ചെന്ന് വെച്ചാൽ നമ്മളറിയണ ആൾക്കാർക്ക് കച്ചവടം കിട്ടും. പക്ഷെ ആട് ഞാനിത് കാശ് മേടിച്ചില്ല. അപ്പോൾ ഞങ്ങൾക്ക് വിഷമമായി. കുറേ പറഞ്ഞു ഞാൻ ഗാനമേള കഴിഞ്ഞപ്പോൾ കുറേ പക്ഷെ സമ്മതിച്ചു. അങ്ങനെ വേറിട്ട് കാണുന്നു ഞങ്ങളുടെ കുട്ടികളെ തന്നെയല്ലേ എന്നൊക്കെ കണ്ട് ഉണ്ണിയേട്ട കാശ് മേടിച്ചിട്ട്. അപ്പോൾ നമുക്കത് പക്ഷെ വിഷമാവുകയെന്ന് വെച്ചാൽ എല്ലാവരും ഞങ്ങൾക്കറിയാം ഞങ്ങൾ ജീവിക്കുന്നതിനുള്ള കഷ്ടപ്പാട് എങ്ങനെയാണ്. അപ്പം എല്ലാവരും ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. അന്ന് കുതിരയിൽ വേറെ ഒന്നുമില്ല. ഞങ്ങൾ 7 മണിയാകുമ്പോൾ പോകുമ്പോൾ കുതിരയെ തൊഴും. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ 10 മണിയാകുമ്പോൾ ഗാനമേള അവിടെ ഇരിക്കും, പാടത്തിരിക്കും. അത് കഴിഞ്ഞ് പുലർച്ചെ 4 മണിയാകുമ്പോൾ ഒന്ന് കുതിരയുടെ പിന്നെ അത്ര ആഗ്രഹമുള്ളൂ. അല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ഒരു കളിപ്പാട്ട് ഒന്നുമില്ല. അതൊരു മനസ്സിൻ്റെ ഒരു നമ്മൾ എന്തെങ്കിലുമൊക്കെ വേണ്ടേ നമുക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ. നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് മുന്നോട്ട് നമുക്ക് ജീവിച്ചിരിക്കണം. നമുക്കും വേണം എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിന് സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞല്ലേ ജ്വല്ലറിയിൽ പോയിട്ട് സന്തോഷിപ്പിക്കാനൊന്നും സന്തോഷം കണ്ടെത്താൻ പറ്റില്ല. അപ്പം നമുക്ക് കാശാലയിലാണ്ട് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത് ഈ വേലകളും കുതിരവേലകളും ഗാനമേളൊക്കെയാണ്. 10 രൂപ പോകാണ്ട് കാശാലയിലാണ്ട് സന്തോഷിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കുറേ ആഗ്രഹിക്കും. സിനിമയ്ക്ക് വേണമെങ്കിൽ നമ്മുടെ ടിക്കറ്റ് കാശ് വേണ്ടേ. അപ്പോൾ ഈ ഗാനമേളൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മുടെ വണ്ടിയിൽ പോയിട്ട് അവിടെ ഇറങ്ങി ആ പെട്രോൾ കാശ് മാത്രം 1 കിലോമീറ്ററുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ. അപ്പം ഞാൻ ഇങ്ങനെ പറയും കേട്ടോ, അയ്യോ അങ്ങനെ ചെയ്യണം. അപ്പം അതിനോട് മാറ്റി നിർത്ത്, നമുക്ക് ആ സമയം പോവാ, നീ ഒരുപാട് ആവേശം കൊള്ളല്ലേ എന്ന് പറയും. ആവേശം കൊള്ളുമ്പോ പേടിയാ. ആ ആവേശം എന്താന്ന് ആർക്കും മനസ്സിലാവണ്ട. എന്നാൽ പറയുന്ന എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കണം, എനിക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു ഉണർവ് വേണ്ടേ, സ്വപ്നങ്ങൾ വേണ്ടേ, പ്രതീക്ഷ. എനിക്കിപ്പോ വലിയ സ്വപ്നം കാണാൻ പറ്റുമോ? സ്വപ്നം വലുതും ചെറുതൊക്കെ കാണാണ്ട് ഞാൻ പക്ഷെ അങ്ങനെ കാണാറില്ല. എന്താ വെച്ചാൽ നമുക്ക് നടക്കാത്ത ഒരു കാര്യങ്ങൾ നമ്മൾ എന്തിനാ ആഗ്രഹിക്കുന്നു, എന്തിനാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഒരു കാര്യങ്ങൾ വലുതൊന്നും ആഗ്രഹിക്കാറുണ്ട്. കല്യാണം കഴിഞ്ഞൊന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊടുത്തു ഞാൻ മനുഷ്യ അല്ല. പുലർച്ചെ ഞാൻ അങ്ങനെ സ്വപ്നം ആഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞ കണ്ടിട്ട് പറഞ്ഞു ഏതൊരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ ഏതോ കാലത്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അതെ, ഏത് കാലായാലും പറഞ്ഞില്ല എന്നോട്. അല്ല ഞാൻ സ്വപ്നങ്ങൾക്ക് അറിയാണ്ട് സീരിയൽ നടനെയാണ്, നല്ല ഭംഗിയുള്ളതാണ്. അറിയാണ്ട് കാണുന്ന സ്വപ്നങ്ങൾക്കൊന്നും നമുക്കില്ല. പക്ഷെ അറിഞ്ഞോണ്ട് ഞാൻ ഒരു സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൊട്ടാരങ്ങളും വലിയൊരു തടസ്സമല്ലല്ലോ സ്വപ്നം. എന്താ കണ്ടിട്ട് എന്താ കാര്യം? നമ്മൾ ആഗ്രഹിച്ചു സ്വപ്നമാണ്, എന്താ കാര്യം? നമുക്ക് നിരാശ മാത്രമാണ്. ഞാൻ ഒരുപാട് കാര്യം നമ്മൾ വിചാരിച്ച് ആഗ്രഹിച്ചത്
അല്ല അച്ഛനെ എപ്പോഴും ഓർക്കും. എന്നാലും അച്ഛനെ സ്വപ്നം കണ്ടിട്ട് ഇപ്പൊ ഒരു 1.5 മാസമായി. അതിന്റെ ഒരു വിഷമം. എന്നാലും അച്ഛൻ മരിച്ചതിന് ശേഷം ഞാനും 2 പ്രാവശ്യം സ്വപ്നം കണ്ടു. അതിനായിട്ട് 2 പ്രാവശ്യം കണ്ടു. പൊന്നു കണ്ടു, കുഞ്ഞ കണ്ടുട്ടാ. അപ്പൊ അത് എപ്പോഴും കണ്ടില്ല. ഒരു നേരം നമുക്ക് സ്വപ്നം കാണാൻ പറ്റി. നമ്മൾ നഷ്ടങ്ങള് പക്ഷെ നമ്മള് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടിട്ടോ സ്നേഹിച്ചിട്ടോ, പക്ഷെ നഷ്ടങ്ങൾ ഒരാളുടെ നഷ്ടം എന്ന് പറഞ്ഞാൽ അതൊരു നഷ്ടം തന്നെയാണ്. നാളത്തെ കുതിരവേലൊക്കെ ആലോചിക്കുമ്പോ അച്ഛന്റെ അത് ഇവർക്ക് ഞാൻ വരുമ്പോ അച്ഛൻ കുതിരവേലക്ക് പോക്കൊക്കെ നിർത്തിയിട്ടുണ്ട്. ഞാൻ വരുമ്പോ കൊട്ടുകാരും ഈ വഴിക്ക് പോയി നാളേക്കുള്ള കൊട്ടുകാർ ഇന്നലെ ഒന്ന് സ്റ്റേ ഇത് അവിടെ ഒരു പറഞ്ഞില്ലേ ഒരു സ്റ്റീഫൻ ഇത് കൂടെ ഉണ്ടാവും. ഇങ്ങനെ ഇങ്ങനെ വന്നപ്പോ ഈ ഇത് ഗൂഗിളിൽ ഇത് കാണിച്ചിട്ടുണ്ടാവും. അതോടെ പൊക്കോട്ടെ. അപ്പൊ അതല്ല നമ്മൾ പറഞ്ഞു തന്നിട്ടാ അച്ഛൻ്റെ എന്താ പറഞ്ഞപ്പോ മറക്കണ്ടോ തന്മാത്രല്ല ആരുടെ അസുഖമാണോ? പക്ഷെ ആവശ്യമൊന്നും മറക്കണില്ല. വേറെ എന്തെങ്കിലും പറയുമ്പോഴോ എന്താ പറഞ്ഞു തന്നല്ലോ. എന്താ പറഞ്ഞു എന്താ പറഞ്ഞു നമ്മുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും നമ്മളത് മൈൻഡ് ചെയ്യില്ല. ഞാൻ പറഞ്ഞു തന്നെ അതുകൊണ്ടാ നമ്മളെ മനസ്സിലുണ്ട് നമ്മൾ അറിയാത്ത കുറെ വേദനകളും കാര്യങ്ങളും. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ അതിശയം നമ്മളെങ്ങനെ ഇങ്ങനെ ചെയ്ത് നടക്കണം. എനിക്ക് തന്നെ നല്ല കാലില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നല്ല കാലം ഞെല്ലോണ്ണേ. നമുക്ക് ദൈവം തന്നിക്കണത് ഇപ്പൊ നല്ല കാല സത്യം. ഇപ്പൊ നല്ല കാലാണ്. അത് നല്ല കാലം നല്ല കാലാണോ? ചെറുക്കാക്കുക 100,000 പ്രശ്നമുള്ളപ്പോ അതെ പറഞ്ഞു കുറച്ച് ചൂട് പറഞ്ഞിട്ട്. അല്ല എൻ്റെ കല്യാണം കഴിഞ്ഞ അന്നോട്ട് തുടങ്ങിയത് നമുക്ക് നല്ല കാലം ഉണ്ടാവും. വയസ്സാകുമ്പോഴോ വയസ്സാണ് അങ്ങനെ പറഞ്ഞു 27 വർഷം കഴിഞ്ഞിട്ട് നല്ല കാലം ഒന്നും കാണാനില്ല. നല്ല കാലം തന്നെ 4 മക്കള്, നല്ല കാലുള്ള മക്കള്, നല്ല കാലം. നമുക്ക് ചിരിക്കാൻ പറ്റുള്ളൂ. മതി അങ്ങനെ എന്താ കാര്യം? കരഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ കരയാറൊന്നുമില്ല. എന്താണെന്നാലും കരയില്ല. നമ്മുടെ ടെൻഷൻ ഞങ്ങളിങ്ങനെ വരനും കാത്തിങ്ങനെ വണ്ടിയിലേക്ക് ഇങ്ങനെ ബോറടിക്കും. ഇങ്ങനെ 100,000 കാര്യങ്ങൾ 100,000. പക്ഷെ ഇപ്പം രസം എന്താ വെച്ചാൽ ഇനി രാത്രി ആകുമ്പോൾ ഞങ്ങൾ കുതിരവേല പാടത്ത് ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ആ പാടത്ത് പോയിരിക്കുമ്പോൾ പറ വരും. പറ വെളിച്ചപ്പാട് ഇങ്ങനെ കുളിച്ച് ശുദ്ധമായിട്ട്. അപ്പോൾ എന്താ പറയാ പറയാമെന്ന് മറന്നു. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കുത്തിപ്പൊയ്ക്കൊണ്ടോ ഇല്ല. അപ്പോൾ പറഞ്ഞതല്ല ശുദ്ധമായ വേറെ ഒന്നുമല്ല. നമുക്കേ വെളിച്ചപ്പാട് വരും. പറ എടുക്കാണ്ട് വെളിച്ചപ്പാട് എല്ലാം വീട്ടോടൊന്ന് പറ എടുത്തിട്ട് നാളെ വരും അല്ലേ? എല്ലാ കുതിര നേരത്തെ നാളെ വരും. ഇന്നും വരും. ആ വിളക്ക് നിറ കാണിച്ചിരുന്നില്ല, ആ വിളക്ക് വെളിച്ചപ്പാടുന്ന് വരും. അപ്പോഴേക്കും നമുക്ക് കുളിച്ച് അവിടെ പോയിരിക്കുക. മനസ്സ് ആ കാറ്റും തണുപ്പൊക്കെ കഴിക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം അല്ലേ? അത്രേ ഉള്ളൂ. നമ്മുടെ ആശമാരെ ട്യൂഷൻ കഴിഞ്ഞിട്ട് അപ്പം അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം എന്തായാലും ബാക്കി നാളെ കാണാം. ഇന്ന് പോയിട്ട് ഒരു 1/2 കിലോ മീൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത് കറി വെച്ച് വെക്കണം. നാളെ വെക്കാല്ലേ? നമ്മൾ കൂട്ടണമെന്നില്ല. ഇന്നും ചോറും ചെറുപ്പയറുപ്പേരും ചമ്മന്തി കൊടുത്തൊന്ന് ഓടിപ്പിക്കും ഉച്ചക്ക്. ഇപ്പഴന്നെ കൊടുക്കുമ്പോ തന്നെ ഒരു അല്ല കുണുക്കം നിലത്ത് പറയുമ്പോ ഇന്ന് ചോറും മുതലപ്പേര് അല്ല നിങ്ങൾക്കൊക്കെ അത് കിട്ടിയ മതി എന്നുള്ള അവനിപ്പോ അതെ കുട്ടികളല്ല. ഞങ്ങളിപ്പോ അവര് സ്കൂൾ പോയി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയുന്നത്. ഞങ്ങളിപ്പോ കറി പിന്നെ ആരുമില്ലല്ലോ. കുഞ്ഞിനച്ചൊക്കെ പൊന്നൊക്കെ ഉള്ള പോലെ കറിയോ കാര്യങ്ങളൊക്കെ വെച്ചത്. ഇപ്പൊ പിന്നെ ആരും തന്നെ ഞങ്ങൾക്കാരും പിന്നെ ഇവരൊരു നേരത്തേക്കല്ലേ ഉള്ളൂ. സ്വന്തം കാര്യം. അപ്പൊ എല്ലാവരും ജീവിതം. പിന്നെ ഞങ്ങള് മാത്രം ഞങ്ങൾക്ക് മാത്രം രണ്ടാൾക്ക് എന്തുട്ട് കറികൾ വെക്കില്ല. അപ്പൊ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ ദിവസം പോട്ടേന്ന് നോക്കിയപ്പോ കുണുക്കന് ഇപ്പൊ 2-3 ദിവസമായിട്ട് ചമ്മന്തി മുതിരപ്പേര് കാണുമ്പോൾ ദേഷ്യം. ഞങ്ങൾ ഉണ്ടാകുന്ന ഏട്ടൊന്നുമല്ല. ഏട്ടാ മാങ്ങള്ളാനും നല്ല രസമുണ്ട് മാങ്ങ ചമ്മന്തി. ഇന്ന് ചെമ്മീൻ ചമ്മന്തിയും ചെറുപ്പയറുപ്പേരും കൂടിയിട്ട് ഞാൻ കൊടുന്ന്. അപ്പോൾ ഒരുത്തിക്ക് ഉപ്പേരി മാത്രം മതി. ഒരുത്തന് ചമ്മന്തി ഇത് കണ്ടപ്പോൾ ഒരു നോട്ടന്നെ നോക്കി. കറിയൊന്നും ഇല്ലേ. അയ്യോ അത് രസം. ഞാൻ 1/2 കിലോ മീൻ മേടിച്ച് രാവിലെ വെച്ചു. അപ്പോൾ ഇന്നൊരു ദിവസം കൊണ്ട് ഇങ്ങനെ പോട്ടെ. അപ്പം ഇന്നത്തെ അല്ലെങ്കിൽ ആ പയറുപ്പേരൊക്കെ ചമ്മന്തിയൊക്കെ അവിടെ ഇരിക്കും, ചിലവാവില്ല. അപ്പം ഇന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാളേക്ക് 1/2 കിലോ തന്നെ തെമ്മ മേടിച്ചേക്കണം. 1/2 കിലോ അത്ര വേണ്ടോ? ആരെ ഞാൻ കുഞ്ഞിനോട് വേണ്ടോ വെച്ചിട്ട് വിളിച്ചപ്പോൾ കുഞ്ഞൻ വരുന്നില്ല. അത്ര
അപ്പൊ പിന്നെ ഞങ്ങളെല്ലാം വർക്കുണ്ടല്ലോ അരക്കിന് മേടിച്ച് 22-ാം തീയതി കുഞ്ഞിന് അച്ചുവിന് വർക്കുണ്ട്. അപ്പൊ വന്നു കഴിഞ്ഞാൽ തൊഴാനോ ഒന്നിനും നിക്കാൻ നേരില്ല. പിന്നെ വെറുതെ അടുത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. 2500 പെട്രോൾ കളഞ്ഞിട്ട് വരണ്ട, അവർക്കൊന്നും നിക്കാൻ വരണ്ട. അപ്പൊ വരുന്നില്ല അമ്മ. ഇനിയിപ്പോ ചെറുപ്പത്താവ് വെറുതെ വരുന്നുണ്ടാവല്ലേ അടുത്ത വെള്ളി ശനി അല്ലേ? അടുത്ത വെള്ളി ശനി. അപ്പൊ നമ്മൾ 20, 21, 22, വെള്ളി ശനി. അപ്പൊ ഞായറാഴ്ച റെസ്റ്റിന് വിടും. പെരുന്നാള് പൂരം കാണാൻ ഞങ്ങള് പോവാറില്ല കേട്ടാ. ഇവിടുത്തെ പൂരത്തിന് അങ്ങനെ പോവാറില്ല. വണ്ടി കുറേ സമയം കുറേ ദൂരം നിർത്തിയിരുന്നു ഒട്ടക്കണം അച്ഛൻ വരെ അങ്ങനെ. പിന്നെ ഭയങ്കര വെയിലായിരിക്കും. ഞാൻ ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ ഞങ്ങള് കൂടുതലും പോകാറ് നമ്മുടെ നാട്ടിലെ പൂരം അതാ. പക്ഷെ തലേദിവസം പറ്റിങ്ങ പോവാ. നമ്മള് കഴിഞ്ഞ അതേമാതിരി ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റില്ല. എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ കുതിര ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് ഇതാക്കാൻ പറ്റി. പൂരങ്ങളൊന്നും കണ്ടിട്ടില്ല. നാട്ടുവിശേഷം വീട്ടുവിശേഷം ഒക്കെ നിങ്ങൾ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. കത്ത് ചുരുക്കട്ടെ. ഇത്രയും പറഞ്ഞിട്ട് സ്നേഹം നിറഞ്ഞ ഫോണൊക്കെ വായി നോക്കിയിരുന്നു മനുഷ്യ.